അയ്യോ ഇതാര്? അയ്യോ ഇത് വരണ്ട അച്ഛൻ. പുഷ്പ പുഷ്പരാജ് പുഷ്പ 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 എന്താ സ്കൂളിൽ പോയില്ലേ? അയ്യോ അമ്മ ഒന്നും പറയണ്ട. പിന്നെ നീ ഒന്നും പറയണ്ട. മാമ അതല്ല അമ്മ, പിന്നെ ഞാൻ റോഡിൽ കൂടെ സ്കൂളിൽ പോയപ്പോ കാക്ക വിളിക്കുന്നുണ്ട്. കാക്ക വിളിക്കണ കണ്ടു അമ്മ. ഇതും കണ്ടോണ്ട് ഞാൻ സ്കൂളിൽ പോയ ടീച്ചറിനെ അടിക്കും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോണം. കാക്ക കുളിച്ചാ കൊക്കാവോന്നറിയാം, പക്ഷെ സാറടിക്കൂന്നുള്ള കാര്യം എനിക്കറിഞ്ഞു. സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കണം. സമ്മതിക്കണം കേട്ടാടെ. ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ ഇതൊന്നുമില്ല. പക്ഷെ മാമ ആരെന്നറിയാമോ? പുഷ്പ പുഷ്പരാജ്. മാമ പുഷ്പ ഒന്നും ആയിട്ടില്ല. മാമ കൊറേ കൂടെ ആവുന്നുണ്ട് പുഷ്പ. ആണാ? എനിക്കും തോന്നിയിട എന്തോ ഒരു കുറവുള്ളത് പോലെ. ഇപ്പം മനസ്സിലായി എന്താ കുറവ്. ഇനി ഒന്നാണ്. അയ്യോ മാമ എടുക്കല്ലോ, മാമ അച്ചടിക്കുമ്പോ. നിന്റെ അച്ഛനെ മാമൻ തീ പാർപ്പിക്കൂടാ. ഇപ്പഴാണ് മാമൻ പുഷ്പരാജായ. പുഷ്പ പുഷ്പരാജ് തീ പാറും. മാമ ഇതെന്താ ചാണകത്തിൽ ചോട്ടിയാ? ഇല്ലടാ, ഇത് അവിടുത്തെ സ്റ്റൈൽ. കണ്ണാടിയാ? കണ്ണാടിയാ? കണ്ണാടിയൊന്നും തരാൻ പറ്റൂലടാ. മാമൻ പുഷ്പയാണെങ്കിൽ ദോ പറഞ്ഞ ആളെ അടിക്കണം. അത്രേ ഉള്ളൂ. എന്നാ ഞാൻ അംഗീകരിക്കും. അല്ലേ? കേട്ടടാ, പുഷ്പ എന്ന് പറഞ്ഞാ ഫ്ലവർ അല്ലടാ, പവർ. അയ്യോ പവർ. നിന്റെ അച്ഛനോട് പറഞ്ഞേ നീ വേറെ കണ്ണാടി വാങ്ങിച്ചു കേട്ടാ. ഈ മാമന് പുഷ്പ പിടിച്ച് ഓടാനും പറ്റും. പടത്ത് പണി പരമ്പത്ത് കൂലി ഒരു ഡാൻസ് കളിച്ചപ്പോൾ കാപ്പി കുടിച്ചതെല്ലാം താഴോട്ടിറങ്ങിപ്പോയി, ഗ്യാസും പോയി. ഇവൻ ആരടാ വലിയ ഡാൻസ് കളിച്ചോളൂ? പ്രഭുതാവിന്റെ മോനാ. പാടാ, പുഷ്പരാജിന്റെ പുഷ്പ കളിച്ചാ പാടാ. മാസാവണമെങ്കിൽ ഒരു ബീഡി കൂടെ ഉണ്ടെങ്കിൽ ശരിയാവും. ബീഡി ഉണ്ടോ ബംഗാളി ഒരു തീപ്പെട്ടി എടുക്കാൻ? ചേട്ടാ ഞാൻ പുക വലിക്കില്ലേ ചേട്ടാ. നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. നമ്മൾ സിനിമ കാണുമ്പോൾ എഴുതി കാണിക്കില്ലേ ചേട്ടാ, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും സിഗരറ്റ് വലിക്കില്ല ചേട്ടാ. എന്തു പറ്റി ചേട്ടാ? താടി ചൊറിയുന്നോ ചേട്ടാ? എടാ താടി ചൊറിഞ്ഞതല്ല, പുഷ്പ പുഷ്പരാജ്, ബംഗാളികളെ വിരട്ടാൻ വന്ന പുഷ്പരാജ്. ചേട്ടൻ പുഷ്പ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിരട്ടാൻ നോക്കണ്ട. ഇപ്പോൾ ഇവിടെ ഞങ്ങളാണ് കൂടുതൽ. അഥവാ നമ്മളെ വിരട്ടാൻ നോക്കിയാൽ ചേട്ടന്റെ കാറ്റ് നമ്മൾ തുറന്നു വിടും. തുറക്കൂടാ, തുറക്കും. നീയൊക്കെ ഇത്തിരി പള്ളു അഹങ്കാരമൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ തീർക്കാൻ വേണ്ടിയാണ് ഈ പുഷ്പരാജ് പുനർജനിച്ചത്. പുഷ്പ തീപ്പാറും പുഷ്പ. ഒന്ന് പോസേട്ടാ, എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. ഇവിടെ കുറെ മലയാളികളുണ്ട് ടിക്ടോക്ക് റീൽസ് ചെയ്ത് സമയം കളയുന്നു. പോസേട്ടാ പോണെങ്കിൽ എടാ പുഷ്പയെ കളിയാക്കിയിട്ട് പോടായടാ. പുഷ്പേ ഇവിടെ വേണാടേ, ഇവിടെ വേടാ, ഇവിടെ വേടാ. എടാ പുഷ്പയെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പുഷ്പയുണ്ടല്ലോ ചന്ദനത്തടി കടത്തുന്ന പോലെ നിന്നെയൊക്കെ ഇവിടുന്ന് നാട് കടത്തില്ലെങ്കിൽ തങ്കന്റെ മോയ് നീയൊക്കെ ആരെന്നറിയും. നീ എന്നോട് കളിക്കുന്നോടാ വേണ്ടി. അയ്യോ ചേട്ടാ എന്നെ അടിക്കല്ലേ ചേട്ടാ, കൊല്ലല്ലേ ചേട്ടാ. ചേട്ടാ എന്റെ ചെവി കൂടി കിളി വാരി ചേട്ടാ. ചേട്ടാ സൂപ്പറാണ്, മാസാണ്, അടിപൊളിയാണ് ചേട്ടാ. എന്നെ കൊല്ലല്ലേ ചേട്ടാ. നീ മാപ്പ് പറഞ്ഞോണ്ട് തങ്കന്റെ മോൻ നിന്റെ ക്ഷമിച്ചു. ഇനി മുതൽ ഞാൻ വീണ്ടും പുഷ്പയായി മാറുകയാണ്. പുഷ്പ 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 പുഷ്പ. അങ്ങനെയാണ് ബംഗാളികളെ അമ്മടുത്ത് കളിച്ചാ കേട്ടാ. പുഷ്പരാജ് തീപാറും പുഷ്പരാജ്. ബംഗാളിയോട് വിളിച്ച ഇങ്ങനെ ഇരിക്കൂടാ. പുഷ്പ അട്ടി പുഷ്പ. ബംഗാളി സൂപ്പറാ, ബംഗാളി സൂപ്പർ. എടാ